അങ്ങനെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കോട്ടയം ഫിഷ് കറി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അതിന് വേണ്ടത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പുമാണ്. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് അടിപൊളിയാവട്ടെ, നല്ല കുറുക്കം കിട്ടും കറിക്ക്. ഇത് ഇതിനകത്തോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി മാറ്റി വെക്കുക. ഇതെൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക്കാണ്. അത് നന്നായി ചതച്ചെടുക്കണേ. അതായത് ജിഞ്ചറിനേക്കാൾ ഒരു ഇച്ചിരി കൂടുതൽ ഗാർലിക് ആണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ അതങ്ങനെ നന്നായിട്ട് ചതച്ച് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാൻ എടുക്കുക. നമ്മുടെ നാടൻ ചട്ടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അതിനകത്തോട്ട് ഒരു 2 സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നു, കടുക് പൊട്ടിക്കുന്നു, ഉലുവ പൊട്ടിക്കുന്നു. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് വഴറ്റിയെടുക്കണേ. അതിനുശേഷം ആ പേസ്റ്റ് അതിനകത്തോട്ട് ഒഴിക്കുക. ഈ പേസ്റ്റ് നന്നായി വഴറ്റിയെടുക്കണം, നന്നായിട്ട് പച്ചമണം പോകണം. ഇതാണ് ഈ കറിയുടെ മെയിനായിട്ടുള്ള ഒരു പോർഷൻ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ വേണ്ടത് ആവശ്യത്തിന് പുളി, നിങ്ങളുടെ ഒരു ടേസ്റ്റ് ലെവൽ അനുസരിച്ചിട്ടുള്ള പുളി ചേർക്കുക. പിന്നെ വെള്ളം ചേർത്ത്, കുറേ വെള്ളം വേണ്ട കേട്ടോ, കുറച്ച് വെള്ളം മതിയേ. അതിനകത്തോട്ട് മീനെല്ലാം പെറുക്കി ഇടുക ഇതേപോലെ. അതിനുശേഷം ഒരു 5-10 മിനിറ്റ് മതി വേഗം. വെന്ത് കഴിയുമ്പോൾ ഈ വെള്ളം മൊത്തം ഈ മീനിൻ്റെ മുകളിൽ വരെ എത്തും കേട്ടോ. പിന്നെ ഇളക്കൊന്നും വേണ്ട, അത് ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് എടുക്കുക കേട്ടോ വേണ്ടത്. പിന്നെ 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചാൽ കറി റെഡി. താങ്ക്സ് ഫോർ വാച്ചിങ്.